ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. 1-ാമത്തെ ചോദ്യം, പൗലോസ്ലീഹ അപ്പസ്തോലനായിരിക്കുന്നത് ആരെല്ലാം മുഖേനയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്നുയർപ്പിച്ച പിതാവ് മുഖേനയും. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ആരാണെന്നാണ് സ്ലീഹ പറഞ്ഞിരിക്കുന്നത്? പിതാവ്. ഗലാത്യക്കാർക്ക് ആരിൽ നിന്നെല്ലാമാണ് കൃപയും സമാധാനവും പൗലോസ്ലീഹ ആശംസിക്കുന്നത്? പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും. ദൈവത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ നിന്നും എന്തെല്ലാമാണ് സ്ലീഹ ഗലാത്യക്കാർക്ക് ആശംസിക്കുന്നത്? കൃപയും സമാധാനവും. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു തന്നെ ബലിയർപ്പിച്ചത് എന്തിനാണ്? തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കേണ്ടതിന്. ആരുടെ അഭീഷ്ടമനുസരിച്ചാണ് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ചത്? പിതാവായ ദൈവത്തിൻ്റെ. നമ്മുടെ എന്തിനെ പ്രതിയാണ് യേശുക്രിസ്തു തന്നെ ബലിയർപ്പിച്ചത്? നമ്മുടെ പാപങ്ങളെ പ്രതി. പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ചതാര്? യേശുക്രിസ്തു. ക്രിസ്തുവിൻ്റെ കൃപയിൽ ഗലാത്യക്കാരെ വിളിച്ചതാരാണ്? പൗലോസ്ലീഹ. ക്രിസ്തുവിൻ്റെ കൃപയിൽ ഗലാത്യക്കാരെ വിളിച്ച പൗലോസ്ലീഹായ്ക്ക് അവർ എന്തു ചെയ്യുന്നതിലാണ് ആശ്ചര്യം തോന്നിയത്? സ്ലീഹായെ ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്തതിൽ. ഗലാത്യക്കാരെ ഉപദ്രവിക്കുവാനും എന്തിനെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ടെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ. പൗലോസ്ലീഹായും കൂടെയുള്ള സഹോദരരും ഗലാത്യക്കാരോട് പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷം പ്രസംഗിക്കുന്നവൻ എന്തായി തീരട്ടെ എന്നാണ് സ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ശപിക്കപ്പെട്ടവൻ. ഗലാത്യക്കാരോട് എന്ത് പ്രസംഗിക്കുന്നവരാണ് ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് സ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഗലാത്യക്കാർ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന്. പൗലോസ്ലീഹ ഇപ്പോഴും ആരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവൻ. പൗലോസ്ലീഹ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ആരാവുകയില്ലായിരുന്നെന്നാണ് സ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ദാസൻ. പൗലോസ്ലീഹ പ്രസംഗിച്ച സുവിശേഷം എങ്ങനെയുള്ളതല്ല എന്നാണ് ഗലാത്യക്കാരെ അറിയിച്ചത്? മാനുഷികമല്ല. മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചുമില്ല എന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? പൗലോസ്ലീഹ പ്രസംഗിച്ച സുവിശേഷത്തെക്കുറിച്ച്. പൗലോസ്ലീഹ പ്രസംഗിച്ച സുവിശേഷം എവിടെ നിന്നാണ് ലഭിച്ചതെന്നാണ് സ്ലീഹ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ. പൗലോസ്ലീഹ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നത് എപ്പോൾ? യഹൂദമതത്തിൽ ആയിരുന്നപ്പോൾ. പൗലോസ്ലീഹ യഹൂദമതത്തിലായിരുന്നപ്പോൾ ഏതു സഭയെയാണ് കഠിനമായി പീഡിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തത്? ദൈവത്തിൻ്റെ സഭയെ. യഹൂദമതത്തിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നത് ആര്? പൗലോസ്ലീഹ. പൗലോസ്ലീഹ യഹൂദമതത്തിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സഭയെ എന്തെല്ലാം ചെയ്യാൻ പരിശ്രമിച്ചിരുന്നു? കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും. യഹൂദമതത്തിലായിരുന്നപ്പോൾ പൗലോസ്ലീഹ ആരേക്കാൾ യഹൂദമത കാര്യങ്ങളിൽ മുൻപന്തിയിലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്ലീഹായുടെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ. സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദമത കാര്യങ്ങളിൽ പൗലോസ്ലീഹ മുൻപന്തിയിലായിരുന്നത് എപ്പോഴാണ്? യഹൂദമതത്തിൽ ആയിരുന്നപ്പോൾ. പൗലോസ്ലീഹ എന്തിലാണ് അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ. പൗലോസ്ലീഹയെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തത് എപ്പോഴാണെന്നാണ് സ്ലീഹ പറഞ്ഞിരിക്കുന്നത്? മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ. തൻ്റെ പുത്രനെപ്പറ്റി ആരുടെ ഇടയിൽ പ്രസംഗിക്കാനാണ് പൗലോസ്ലീഹയെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തത്? വിജാതീയരുടെ ഇടയിൽ. ദൈവം പൗലോസ്ലീഹയെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും കൃപയാൽ വിളിക്കുകയും ചെയ്തത് എന്തിനു വേണ്ടിയാണ്? വിജാതീയരുടെ ഇടയിൽ തൻ്റെ പുത്രനെപ്പറ്റി പ്രസംഗിക്കുന്നതിനു വേണ്ടി. പൗലോസ്ലീഹ 3 വർഷത്തിന് ശേഷം ആരെ കാണാനാണ് ജെറുസലേമിലേക്ക് പോയത്? കേപ്പായെ. 3 വർഷങ്ങൾക്ക് ശേഷം പൗലോസ്ലീഹ കേപ്പായെ കാണാൻ എവിടേക്കാണ് പോയത്?
ജെറൂസലേമിലേക്ക്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പൗലോസ്ലീഹ കേപ്പായെ കാണാൻ ജെറൂസലേമിലേക്ക് പോയത്? 3 വർഷങ്ങൾക്ക് ശേഷം. പൗലോസ്ലീഹ എത്ര ദിവസമാണ് കേപ്പായോടൊത്ത് ജെറൂസലേമിൽ താമസിച്ചത്? 15 ദിവസം. ജെറൂസലേമിൽ ആരുടെ ഒപ്പമാണ് പൗലോസ്ലീഹ 15 ദിവസം താമസിച്ചത്? കേപ്പായോടൊത്ത്. അപ്പസ്തോലന്മാരിൽ ആരെയാണ് കർത്താവിൻ്റെ സഹോദരൻ എന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? യാക്കോബിനെ. കേപ്പായോടൊത്ത് 15 ദിവസം താമസിച്ചതിനു ശേഷം പൗലോസ്ലീഹ ഏതെല്ലാം പ്രദേശങ്ങളിലേക്കാണ് പോയത്? സിറിയ, കിലിക്യ. ഒരിക്കൽ നമ്മെ പീഡിപ്പിച്ചിരുന്നവൻ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നാണ് യൂദയായിലുള്ളവർ പൗലോസ്ലീഹയെക്കുറിച്ച് കേട്ടിരുന്നത്. താൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച വിശ്വാസം ഇപ്പോൾ പ്രസംഗിക്കുന്നു. പൗലോസ്ലീഹയെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ഏതു ദേശക്കാരാണ്? യൂദയായിലുള്ളവർ. യൂദയായിലുള്ളവരെ പീഡിപ്പിച്ചിരുന്ന പൗലോസ്ലീഹ താൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച വിശ്വാസം പ്രസംഗിക്കുന്നു എന്ന് കേട്ട യൂദയായിലുള്ളവർ ചെയ്തതെന്ത്? സ്ലീഹായെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തി. താങ്ക് യു.